ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ഒരു കറി ഉണ്ടാക്കിയാലോ? പേര് എണ്ണക്കത്രിക്ക എന്നാണ്. പേര് പോലെ തന്നെ ഇതിലെ മെയിൻ ഐറ്റം വഴുതനങ്ങയാണ്, അല്ലെങ്കിൽ കത്രിക്ക എന്ന് പറയും. ചെറിയ സൈസ് നോക്കിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് നാലായിട്ട് കീറി വെള്ളത്തിലിട്ട് വെക്കുക. ഒരു പ്ലേറ്റിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെള്ളം ചേർത്ത് ചാലിച്ചെടുത്തിട്ട് ഈ മസാല നമ്മൾ ഈ കീറി വെച്ച വഴുതനങ്ങയുടെ നടുക്കെല്ലാം തേച്ച് പുരട്ടി വെക്കണം. ഈ കറി നല്ലെണ്ണയിലാണ് പൊതുവെ ഉണ്ടാക്കാറ്. പക്ഷേ എനിക്ക് നല്ലെണ്ണയുടെ മണം ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയും ബാക്കി റിഫൈൻഡ് ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. നല്ലെണ്ണ കുഴപ്പമില്ലാത്തവർക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം മസാല പുരട്ടി വെച്ച വഴുതനങ്ങ ഇതിൻ്റെ അകത്തിടുക. ഒന്ന് കളർ മാറി തുടങ്ങുകയോ ഒന്ന് വാടി തുടങ്ങുന്ന വരെ നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി ഇതിൻ്റെ കറി വെക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് വഴുതനങ്ങ എടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കടുക്, ജീരകം, ചതച്ച് വെച്ച വെളുത്തുള്ളി, കുഞ്ഞുള്ളി, സവാളയും കൂടി ഇട്ട് വഴറ്റാം. കുഞ്ഞുള്ളി മാത്രം ഇട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലോട്ട് ഒരു സവാളയും കൂടെ കൂട്ടി ചേർത്തു. അതിൽ ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി ഇടാം. അളവ് മുളക് പൊടിയേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് മല്ലിപ്പൊടി. പിന്നെ അല്പം കായം. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി തുടങ്ങിയതിന് ശേഷം തക്കാളി ഇടുക. ഞാനിവിടെ ഒരു വലിയ സവാളയും 2 തക്കാളിയുമാണ് ഇട്ടത്. ഒരു കൈപ്പിടി നിറച്ച് കുഞ്ഞുള്ളി. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി സവാളയും വെന്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഞാൻ എടുത്ത് മിക്സി ജാറിലോട്ട് മാറ്റുന്നുണ്ട്. അത് നമ്മളൊരു മഷി പരുവത്തിൽ അരച്ചെടുക്കണം. എണ്ണക്കത്രിക്ക പല രീതിയിൽ ഉണ്ടാക്കുന്നതുണ്ട്. അതിൽ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്നതുണ്ട്, തുവരപ്പരിപ്പൊക്കെ വറുത്തരച്ചുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ വഴറ്റിയ തക്കാളിയും സവാളയും ഇട്ട് അരച്ചെടുക്കുന്നതുണ്ട്. എനിക്ക് ഈ ടേസ്റ്റാണ് കൂടുതലിഷ്ടം. ഇനി നമ്മൾ കറിയിലോട്ട് വാളംപുളി പിഴിഞ്ഞൊഴിക്കണം. അരച്ച് വെച്ച പേസ്റ്റ് ഒഴിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും പുളിയും എല്ലാം നോക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച വഴുതനങ്ങ ഇതിൻ്റെ അകത്ത് ചേർത്ത് മൂടി വെച്ച് വീണ്ടും വേവിക്കണം. വേവാൻ ഇനി ഒന്നുമില്ല. ഇനി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഞാനിതിൽ 1.25 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് എരിവും പുളിയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരുപാട് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഓംലേറ്റും കൂടി ഉണ്ടെങ്കിൽ ധാരാളമാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായവും പറയണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.